ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ റൂട്ട് ഇഷ്യൂ എന്താണ്? ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ വ്യൂസ് അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? പ്ലീസ് കീപ് മദർ യൂണിവേഴ്സ്. നിങ്ങൾ അനുഭവിക്കുന്ന റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് ടവറാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ചില പ്രോപ്പർട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ജീവിതത്തിൽ എന്ന് അറിയാൻ പോലും വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് വീണ് പോയിരിക്കുന്നു. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ളത്. എന്തൊക്കെയോ ബ്രേക്കപ്പ് ആയിരിക്കുന്നു, എവിടേക്കോ എന്തൊക്കെ അവസാനിക്കാൻ പോകുന്നു, മേജറായിട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ വീണിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മറച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. ചില സൈലൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ടവർ കൊണ്ടുവന്നു. ചില വ്യക്തികളുടെ മൗനം നിങ്ങളുടെ ജീവിതത്തിൽ ടവർ കൊണ്ടുവന്നു. ഓക്കെ, നിങ്ങളുടെ സൗഹൃദത്തിലായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുടെ മൗനം നിങ്ങളുടെ ജീവിതത്തിൽ ടവർ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചില കാര്യങ്ങൾ ചില ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് നൽകുന്നതിന് പകരം അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നു. അവരുടെ സൈലൻ്റ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ നഷ്ടങ്ങൾ വന്നതായി കാണുന്നു. ഓക്കെ, ജീവിതത്തിൽ ചില വ്യക്തികളുടെ സൈലൻ്റ് കാരണം ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ല, ചില സത്യങ്ങൾ അറിയാവുന്നവരൊന്നും പറഞ്ഞില്ല. ഓക്കെ, അങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ടവർ വന്നിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ 3 ഓഫ് വാണ്ട് നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പാഷനാക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചില ഗോളുകൾ സെറ്റ് ചെയ്തിരുന്നു. ആ ഗോളുകൾക്ക് മുകളിൽ ടവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില ജോലികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരിക്കാം. അതിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് ടവർ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ലോൺ ശരിയാകുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ജോലി മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വീണ്ടും 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തന്നു. ഓക്കെ, പക്ഷെ ഒന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ സ്വപ്നം കാണത്തില്ലേ, സ്വപ്നം കണ്ടിട്ട് കണ്ണ് തുറക്കുമ്പോൾ അതിൽ അപ്രത്യക്ഷമായി പോയതുപോലെ, അതുപോലെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ച് പോയ ഒരു സിറ്റുവേഷനിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക്. ഓക്കെ, അതൊരു പക്ഷേ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരുപാട് സ്നേഹവും സ്വപ്നവും തന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ച് പോയിരിക്കുന്നു. അല്ലെങ്കിൽ ചില സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം, ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ചില പൈസകളായിരിക്കാം, അല്ലെങ്കിൽ വിജയമായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം നിങ്ങളുടേതല്ലാത്തതായി മാറിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനുകൾ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനി എടുക്കുന്ന റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പം ഈ എനർജിയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ടവറിൽ നിന്നും പുറത്തു വരുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പുറത്തു വരുമോ? എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്ന ടവറിൽ നിന്നും പുറത്തു വരുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്.
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്ന ടവറിൽ നിന്നും പുറത്തു വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പെയിൻ സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ ഇത്രത്തോളം പെയിനിൽ കൂടി അനുഭവിക്കുന്ന ചില വ്യക്തികളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതിൽ നോക്കിയാൽ മനസ്സിലാവും എല്ലാം വാള്, കപ്പ്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എൻ്റെ വ്യൂസ് പുറത്ത് വരും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ഈ ഒരു ഉറപ്പാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ അവസ്ഥയായിരിക്കാം, നിങ്ങൾ ഇതിൽ നിന്നെല്ലാം പുറത്ത് വരും എന്നുള്ളതാണ്. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് കൂടി എടുക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ 12 ആണ്. 3, 8, 9, 10, 1, 8, 13, 4. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസ് ടവറിൽ നിന്നും പുറത്ത് വരികയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അതിവേഗം കുതിച്ചുകൊണ്ട് എൻ്റെ വ്യൂസിന് എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരുന്നു. ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ചില കാര്യങ്ങൾ, ടവറായിരിക്കാം, ജപ്തി ആയിരിക്കാം, ജോലിക്ക് സാഹചര്യമില്ലായിരിക്കാം, റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ കരയുന്ന അവസ്ഥയായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കുകയാണ്. ഓക്കെ, ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കുള്ള കാര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ ഈ കെട്ടുകളെല്ലാം പൊട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ എനർജി ഇത്രയും നെഗറ്റീവ് കാർഡിനിടയിൽ പോസിറ്റീവായിട്ട് തന്നിരിക്കുന്നത് മേജർ ആർക്കാന കാർഡാണ്. ഓക്കെ, ഈ ഒരു മേജർ ആർക്കാന കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം വരാൻ പോകുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ സംഭവമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ തളർന്നു പോകരുത്. കെട്ടുകൾ പൊട്ടാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജി വരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഇമോഷൻ എന്താണോ, റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണോ, അതെല്ലാം നിങ്ങളെ തേടി തിരികെ എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ സാമ്പത്തികം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ, കുടുംബം നഷ്ടപ്പെട്ടു, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തികം നഷ്ടപ്പെട്ടു, ഇങ്ങനെ നിങ്ങൾ തന്നെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് വരികയാണ്. നിങ്ങൾ അതിവേഗം മുന്നോട്ട് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യവും ഇവിടെ ബാലൻസ് വരുന്നു എന്നുള്ളതാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. 9 ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നു, നിങ്ങൾ അനുഭവിച്ചിരുന്ന ഭാരങ്ങൾ എന്തോ ആകട്ടെ, ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ഈ ഭാരങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ സ്ഥലത്ത് നിന്നും ഓടി ഒളിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കടഭാരമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന അപമാന ഭാരമായിരിക്കാം. എന്ത് ഭാരത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ജോലി സ്ഥലത്തുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം. ആ ഒരു സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം എൻ്റെ വ്യൂസ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെയും ഒഴിഞ്ഞ കപ്പുകളായിരുന്നു നിങ്ങൾക്കെങ്കിൽ എല്ലാം ബാലൻസിങ്ങിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. താങ്ക് യു. ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ വിശ്വസിച്ച വ്യക്തികളെല്ലാം നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോൾ അവർ നിങ്ങളോടൊപ്പം കാണുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെ ഫൂളാക്കിക്കൊണ്ട് അവർ നിങ്ങളെ ചതിച്ചു. ഓക്കെ, നിങ്ങളെ പിറകിൽ നിന്നും അവർ നിങ്ങളെ കുത്തി വീഴ്ത്തിയിരിക്കുന്നു. അത് നിങ്ങൾ സ്നേഹം കൊടുത്തിട്ട് വാങ്ങിച്ച
വേദനയാകാം, നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിച്ച വേദനയാകാം, നിങ്ങൾ തന്നെ അവരെ കൂടെ നടന്ന് വാങ്ങിച്ച വേദനയാകാം. എന്ത് വേദനയാണെങ്കിലും നിങ്ങളെ ഫൂളാക്കിയിരുന്ന വ്യക്തികളുടെ മുന്നിലേക്ക് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അവർ നിങ്ങളെ ഒരു സീറോ ആക്കിയിട്ടുണ്ട്, നിലത്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ദേഹത്ത് പൊടി പറ്റുന്ന രീതിയിൽ മാനസികമായും ശാരീരികമായും നിങ്ങളെ തകർന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇനി നിങ്ങൾ സീറോയല്ല, ഇനി നിങ്ങൾ ഹീറോയാണ്. ഓക്കെ, ഈ ഫൂളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സീറോയാണ്. ഓക്കെ, സീറോ. അത് നമ്മൾ സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളതിനെ മനസ്സിലാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീറോയാകും. അത് സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഹീറോയാകും. ഓക്കെ, ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ, നിങ്ങൾ മറ്റുള്ളവരെ അധികമായി വിശ്വസിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ സീറോ ആയി പോയിട്ടുണ്ട്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളെ ഹീറോയാക്കാൻ പോകുന്നു. ഇവിടെ 10 നമ്പറാണ് വന്നിരിക്കുന്നത്. ഈ സീറോയോടൊപ്പം 1 കൂടുമ്പോഴാണ് 10 ആകുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ഇതായിരുന്നു എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ 10 ആക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ സീറോ ആയിരുന്ന വ്യക്തികൾ ഉടൻ തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ 10 ആകാൻ പോകുന്നു, 10 ആകാൻ പോകുന്നു, ഹീറോയാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇവിടെ 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇവിടെ 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ തട്ടിമറിച്ചിട്ട് പോയ ചില വ്യക്തികളുണ്ട്. നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ തട്ടിക്കളഞ്ഞിട്ട് പോയ വ്യക്തികളുണ്ട്. നിങ്ങളെ ഇറക്കി വിട്ട ചില സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങൾ അധികാരം നേടുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു സമയം വരുന്നു. നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നായിരിക്കാം, ചില ഓഫീസുകളിൽ നിന്നായിരിക്കാം, ചില ജോലി സ്ഥലത്ത് നിന്നായിരിക്കാം. എന്നാൽ ആ ഗ്രഹണത്തിന് അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ജഗിൾ ചെയ്തിരുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ബാലൻസ് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ജഗിൾ ചെയ്യുകയാണ്, ഇവിടെ ബാലൻസ് വരികയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്ഥാനങ്ങൾ നിങ്ങൾ അലങ്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരെന്ന് നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ ചുറ്റും ദീപങ്ങൾ തെളിയാൻ പോകുന്നു. നിങ്ങൾ പ്രകാശിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ്. യൂണിവേഴ്സിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രകാശമായി മാറുന്നു. നിങ്ങൾ ഇനി ചോദിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, അവർ അതിശയിച്ചു പോകും നിങ്ങളുടെ പ്രകാശം കണ്ട്, നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ഉയർച്ച കണ്ട്. ഓക്കെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന പൊസിഷൻ കണ്ട് നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ചില ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നു. ചില വ്യക്തികൾ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ചില സാമ്പത്തിക പ്രശ്നം കാരണം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതെല്ലാം വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. വളരെ അധികം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ്. സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് വിചാരിച്ചെടുത്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ഒന്നായി തീരാൻ പോകുന്നു എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ ഒന്നായി തീരാൻ പോകുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് കടന്നു പോകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിൽ ക്ഷമയും സ്നേഹവും എല്ലാം കടന്നു വരാൻ പോകുന്നു. ഓവറോൾ എനർജി കൂടി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. നിങ്ങൾക്ക് ശക്തി പ്രാപിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് വരുന്നു. നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ഒരു ഒഴിഞ്ഞ പാത്രമായിരുന്നു എങ്കിൽ, നിങ്ങൾ ഒരു ഒഴിഞ്ഞ പാത്രമായിരുന്നു, ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ ഒരു കൽപാത്രം പോലെ ആയിരുന്നു എങ്കിൽ, ഇന്ന് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഒഴിക്കാൻ പോകുന്നു. അത് ഒഴിക്കുന്നത് മറ്റാരുമല്ല, യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിറയ്ക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ നിറയ്ക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നിങ്ങളിപ്പം ആർക്കും വേണ്ടാത്തൊരു ഉടഞ്ഞ പാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൽപാത്രമായിരിക്കാം, ഒരു വാല്യൂ ഇല്ലാതെ എടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുന്ന ഒരു പാത്രമായിരിക്കാം. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളെ അതിലേക്ക് ചില അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും പവിത്രമായ പാത്രമായി മാറാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്.
താങ്ക് യു യൂണൂസ്. യൂണൂസിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. അനുഗ്രഹമാണ് വീണ്ടും വന്നിരിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളെ കുടുംബപരമായി നിങ്ങളെ അനുഗ്രഹിക്കും, സാമ്പത്തികപരമായി നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി, ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടവർ വന്ന് തകർന്നിരിക്കുന്ന ഒരു വ്യക്തികളുണ്ടെങ്കിൽ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി അതിൽ തളർന്നു പോകാതെ നിങ്ങൾക്ക് ഈ ഒരു അന്ധകാരം മാറുമെന്ന് മാത്രം വിശ്വസിക്കുക. അന്ധകാരം നിങ്ങൾക്ക് ഉടൻ തന്നെ മാറും. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാതെ ഇരിക്കുക. പ്രത്യേകം പറയുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കാതെ ഇരിക്കുക. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ആ കരയുന്ന വിഷയം തന്നെ നിങ്ങളിലേക്ക് വീണ്ടും സൈക്കിളായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് മാറത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് മെസ്സേജാണ് വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പാസ്റ്റ്. വാവ്, താങ്ക് യു. വാവ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ടവർ. നമ്മൾ നേരത്തെ നോക്കിയില്ലായിരുന്നോ ടവർ? എവിടെ ടവർ? ഓക്കെ, നമ്മൾ നേരത്തെ ടവർ നോക്കിയിരുന്നു. ഓക്കെ, നമ്മുടെ ലൈഫിൽ ടവർ വന്നിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ടവർ വന്നോ? ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലായി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. പഠിച്ചേ മതിയാകൂ. അതിൽ നിന്ന് ആർക്കും വിട്ടുപോകാൻ പറ്റില്ല. എനിക്കും നിങ്ങൾക്കും ആർക്കും ഒരു വ്യക്തികൾക്ക് ഈ കർമ്മ എന്ന് പറയുന്നതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. അതിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാകൂ. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഞാൻ നിനക്കിത് തരുന്ന ദൈവങ്ങൾക്ക് പോലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കർമ്മ നമ്മളുടെ ജീവിതത്തിലെ ചില ലെസൺ ആണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ പാഠങ്ങളാണ്. പക്ഷേ നിങ്ങൾ തളർന്നു പോകാതെ, നിങ്ങളുടെ മനസ്സ് തകർന്നു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ താങ്ങിക്കൊള്ളുകയാണ്. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരികയാണ്. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ ചിലപ്പം ഏതെങ്കിലും വഴിയെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കുന്നത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ വീഡിയോ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഈ ഒരു വീഡിയോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ പോലും കണ്ടു കാണത്തില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ കൊണ്ട് എത്തിക്കുന്നത് എന്തിനാണ്? യൂണിവേഴ്സ് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കരുത്, വിഷമിക്കരുത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറും, ഉടൻ തന്നെ മാറുമെന്ന് തന്നെ വിശ്വസിക്കുക. ഓക്കെ, യൂണിവേഴ്സാണ് ഇനി നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് എടുക്കുന്നത്. യൂണിവേഴ്സാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. യൂണിവേഴ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ വിട്ടുകളയില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തകർന്നു പോകരുത് എന്നുള്ളതാണ്. നമ്മൾ കാർമികമായിട്ടുള്ള ചില സിറ്റുവേഷൻ നമുക്ക് വരുമ്പോഴത്തേക്ക് ഹൃദയം തകർന്നു പോയി നമ്മുടെ മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. യൂണിവേഴ്സിന് 1000 നന്ദി ഞാൻ പറയുന്നു. തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയം മുറിവേറ്റിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഉള്ളിലേക്ക് ഒരു സമാധാനമായിട്ട് ഈ ഒരു വാക്ക് എത്തിക്കുന്നുവെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹൃദയം തകർന്നു പോകരുത്. അത് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ഉണ്ടാകണം. നിൻ്റെ ഹൃദയത്തിലെ മുറിവിനെ നീ ഉണക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ട്, നീ വിഷമിക്കേണ്ട. നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും നിന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 1-ാം ക്ലാസ്സിലേക്ക് പോയതിന് ശേഷം നമ്മൾ 2ലേക്ക് എത്തും. 2ലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ 1-ാം ക്ലാസ്സിൽ എന്നെ അടിച്ചു, എന്നെ ടീച്ചർ പുറത്താക്കി നിർത്തിയിരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 2-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ലെസണുകൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. എന്താണ് എന്നെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് ആ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 1, 1, 2 അത് 2 ആണെന്ന് നമുക്ക് 2-ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ ടീച്ചർ ചോദിക്കുമ്പോൾ തന്നെ എഴുതി നിന്ന് ശക്തിയോടുകൂടി പറയാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇത്രയും നല്ല മെസ്സേജ് തന്നതിനാൽ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഹൃദയത്തെ ഹീൽ ചെയ്യിപ്പിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. എന്നത്തെയും പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറിയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്.